ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നുണ്ടല്ലോ 3 ചേരുവ വെറും 3 ചേരുവ കൊണ്ട് നല്ല സ്പഞ്ച് പോലൊരു വാനില സ്പഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പം നമുക്കൊന്ന് റെസിപ്പി കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനുണ്ടല്ലോ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡ് ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണേ. മണമില്ലാത്ത എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നിനുമല്ല, ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിപ്പിടിക്കാനാണേ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് എണ്ണ തൂത്തിട്ട് മൈദ തൂക്കി കൊടുക്കണം. എന്നിട്ട് ആ മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയേ. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൻ്റെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞത്. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാമേ. പിന്നെ നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിനൊരു ഉളുമ്പിൻ്റെ ഒരു മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് എടുക്കുന്നത്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നൊന്നും അന്നേരം എടുത്തിട്ട് ചെയ്യരുത്. എല്ലാം കേക്കിന് എന്തുണ്ടാക്കിയാലും അതെല്ലാം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 1/2 kgയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 125 ml ഒരു മെഷറിംഗ് കപ്പാണ് എടുത്തേക്കുന്നത്. ആ ഒരു കപ്പിലൊരു 1/4 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവെടുക്കുക കേട്ടോ. ഇപ്പം ഏതെങ്കിലും ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു 1/4 ഗ്ലാസ്. അത് നിറച്ച് മാവെടുക്കുക, 1/4 ഗ്ലാസ് പഞ്ചസാര. അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മൾ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടിയിലെ കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അലുക്കാതെ കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കോരിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഈ പഞ്ചസാരയുടെയൊക്കെ ഒന്ന് മുകളിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ മുകളിലൊക്കെ ഇത് ഒട്ടിപ്പിടിക്കുക, പഞ്ചസാര അലുക്കാതെ കിടന്നിട്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ക്രീമി പരുവായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പഞ്ചസാര എടുത്ത ആ ഒരു അളവ് പാത്രമില്ലേ, അതിൽ നിറച്ചും മൈദ എടുത്തേക്കുന്നത്. അപ്പം മൈദ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് അരിച്ചിടാം. മൊത്തത്തിൽ എങ്ങനെ അരിച്ചിടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ച് പോലെ കിട്ടാനായിട്ട് നമ്മൾ മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കണം. നല്ല ഫ്ലഫി ആയിട്ട് അത് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ഒരു പഞ്ഞി പോലെ കിട്ടുന്നത്. അതായത് ആ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ നല്ല വെള്ള കളറായിട്ട് വന്നിരിക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു വിസ്ക് വെച്ചാണ് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓരോ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു ക്ലോക്ക് വൈസ് അങ്ങനെ തന്നെ ഒന്ന് റൗണ്ടിൽ ഇളക്കി ഇളക്കി കൊടുക്കുക. ഈ മാവും മുട്ടയും നന്നായിട്ട് മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, സൈഡിലത്തെയൊക്കെ എല്ലാം കൂടെ ഒന്ന് വരാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതുപോലൊരു ക്രീമി പരുവത്തിലായിരിക്കണം നമ്മുടെ ഇത് ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ടിന്നിനകത്തേക്ക് ഈ മാവ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ കണ്ടോ, ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ, ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇത് ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ.
ഈ എയർ ബബിൾസ് ഒക്കെ ഇരുന്നാൽ ഇങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കുറച്ച് ഭാഗമായിട്ട് മാത്രം ഇങ്ങനെ പൊങ്ങി വരും. നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ഞാനിത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഈ ചെരുവ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗ്യാസ് അടുപ്പിൽ ചുമ്മാ വെറുതെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു ഓവൻ സെറ്റപ്പിൽ കിട്ടും. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തുപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. നല്ല കട്ടിയുള്ളൊരു ചെരുവായാൽ മതി. നമ്മളൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചെരുവാണേ. അപ്പോൾ ഈ ചെരുവത്തിനകത്തേക്ക് നമ്മുടെ ഈ ബാറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഒട്ടും എയർ കയറാത്ത ഇതിലായിരിക്കണേ, ടൈറ്റ് ആയിട്ടിരിക്കണം. കുറച്ചൊരു വെയിറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായ ഇളവ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് അടച്ചു വെക്കുന്നുണ്ടേ. ഒരു 20 മിനിറ്റിനുള്ളിലൊക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയതിന് ശേഷമാണ് ഞാൻ ഈ മൂടിയൊന്ന് തുറന്നു നോക്കുന്നത്. നല്ല ചൂടാണേ. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോഴത്തേക്കും പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കേക്ക് വെന്തെന്ന് ഉറപ്പിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിലൊന്നും ഒട്ടും ഈ ടൂത്ത് പിക്കിലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ.